ലൈൻ അതാണ് ഇപ്പോൾ ഈ സ്കൂളിന്റെ പരിസരത്തുണ്ടായിരുന്ന സ്കൂളിലൂടെ കടന്നുപോയ ആ വൈദ്യുതി ലൈനാണ് ഇപ്പോൾ മാറ്റുന്നത്. ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ KSEBിയുടെ ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി ആ വൈദ്യുതി ലൈൻ പൂർണ്ണമായും നീക്കം ചെയ്യുകയാണ്. ഈ വൈദ്യുതി ലൈൻ നീക്കം ചെയ്യുന്നതിലൂടെ KSEB നേരത്തെ തന്നെ KSEBിയുടെ സ്കൂൾ മാനേജ്മെന്റ് നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ ബാലാവകാശ കമ്മീഷനും വിദ്യാഭ്യാസ വകുപ്പും അടക്കം ഇക്കാര്യത്തിൽ കർശനമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് വകുപ്പ് തന്നെ ഇക്കാര്യത്തിൽ ഇടപെടൽ നടത്തി ഇപ്പോൾ നീക്കം ചെയ്യുന്നത്. KSEBിയുടെ ഉദ്യോഗസ്ഥരെ സ്ഥലത്തെത്തിച്ചുകൊണ്ട് ഇതിനുള്ള നടപടികൾ ഇപ്പോൾ തുടങ്ങിയിരിക്കുകയാണ്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. കാരണം ഈ ലൈനുകളാണ് ഈ സ്കൂളിന് മുകളിലൂടെ കടന്നുപോയിരുന്നത്. ഇതാണ് കൂടുതൽ അപകടങ്ങൾ ഉണ്ടാക്കുകയും ഒരു കുട്ടിയുടെ ജീവനടക്കം എടുക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തത്. ഇത് ഇപ്പോൾ ഈ സംഭവം ഉണ്ടായതിന് തൊട്ട് പിന്നാലെ, അത് മണിക്കൂറുകൾ കഴിഞ്ഞതിന് പിന്നാലെയാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ KSEBിയുടെ ഭാഗത്തുനിന്ന് ഇടപെടൽ ഉണ്ടാകുന്നത്. എന്തുകൊണ്ട് നേരത്തെ ആയില്ല എന്ന ചോദ്യമടക്കം സ്വാഭാവികമായി നാട്ടുകാരുടെ ഭാഗത്തുനിന്നടക്കം ഉണ്ടാകുന്നുണ്ട്. പക്ഷേ എന്തായാലും ഈ വിഷയത്തിന് പിന്നാലെ ഇനി ഈ സ്കൂളിന് മുകളിലൂടെ ഇത്തരത്തിലൊരു വൈദ്യുതി ലൈൻ പോകേണ്ടതില്ല എന്ന നിലപാട് സ്കൂൾ മാനേജ്മെന്റ് KSEB അറിയിക്കുകയായിരുന്നു. KSEBിയിൽ ഇതുമായി ബന്ധപ്പെട്ട ചിലവുകൾ സ്കൂൾ മാനേജ്മെന്റ് വഹിച്ചോളാം എന്ന വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് KSEB ഇപ്പോൾ ഈ വൈദ്യുതി ലൈൻ അടക്കം മാറ്റുന്നത്. ഇതിന് മുകളിലൂടെ പോകുന്ന വീടുകളിലേക്ക് അത് തൊട്ടടുത്ത പോസ്റ്റിൽ നിന്ന് കണക്ഷൻ എടുത്തായിരിക്കും ഇനി അതിന്റെ കാര്യങ്ങൾ ചെയ്യുക. എന്തായാലും ഇതിന് സമീപത്തെ ഗേൾസ് ഹൈസ്കൂളിലേക്കും അതുപോലെ തന്നെ മറ്റൊരു വീട്ടിലേക്കും മാത്രമാണ് ഈ വൈദ്യുതി ലൈൻ നിലവിലുള്ള കടന്നു പോകുന്നത്.